വലിയൊരു ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആയിരക്കണക്കിന് ആളുകളോട് തടിച്ചുകൂടാനുള്ള കാരണം ജനങ്ങൾക്ക് തോന്നിയിരുന്നു ഈ തരത്തിൽപ്പെട്ട ഒരു ആചാര സംരക്ഷണം ആവശ്യമാണെന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആളുകൾക്ക് ഇന്നലെ പന്തളത്തേക്ക് വന്നത്. ആ പന്തളത്ത് വന്നവർക്ക് സ്വന്തം ചെലവിലാണ് വന്നത്. അവിടെ പമ്പയിൽ വന്നവരൊക്കെയോ സർക്കാരിന്റെ ചെലവിലാണ് വന്നത്. സർക്കാരിന്റെ വാഹനത്തിൽ വന്നവര്, സർക്കാർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള വന്നവര്, സർക്കാർ സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ള ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ കഴിച്ച ഭക്ഷണവും ഇവരിവിടെ കഴിച്ച ഭക്ഷണവും തമ്മിൽ നമ്മളൊന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അല്ല, എന്നിട്ട് ഈ പമ്പയിൽ നടത്തിയ പരിപാടിയിൽ അര കോടി രൂപയുടെ ഭക്ഷണമാണ് വേസ്റ്റ് ആയത്. അതാണ് കൊണ്ട് തള്ളിയത്. അല്ല, അതിന് 1/2 കോടി രൂപയുടെ മാത്രമായിരിക്കണം എന്നില്ല. എത്ര കോടിയാണ് ഇവർ ചിലവഴിച്ചതെന്നൊരു കണക്കില്ല അതിനകത്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ ആരുണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്നു പിണറായി വിജയനും വീട്ടുകാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. മുഹമ്മദ് റിയാസും കൂട്ടരുണ്ടായിരുന്നു. പിന്നെ KT ജലീലും കൂട്ടരുണ്ടായിരുന്നു. പിന്നെ ആകെ 1-2 പേര് കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ബിന്ദു അമ്മണിയെ അവിടെ കണ്ടില്ല. സത്യത്തിൽ ബിന്ദു അമ്മണിയും അതേപോലെ തന്നെ കനകദുർഗയൊക്കെ അവിടെ വരേണ്ടതാണ്. അവരൊക്കെ ഒരു വലിയൊരു അഭാവം അവിടെ ഉണ്ടായിരുന്നു. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ശബരിമലയിലേക്ക് ഇവര് പിണറായി വിജയനും കൂട്ടരെ ഇവരെ എത്തിച്ചെന്നുള്ളവരും സാധാരണ ജനങ്ങൾക്കറിയാം. വളരെ കഷ്ടപ്പെട്ട് എത്തിച്ചത്. അർദ്ധരാത്രിയിൽ അവരെ പോലീസിന്റെ സഹായത്തോടു കൂടിക്കൊണ്ട് അവര് പമ്പയിലേക്ക് സന്നിധാനത്തിലേക്ക് എത്തിച്ച് ശബരിമലയുടെ പവിത്രത തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് പിണറായി വിജയനും കൂട്ടരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.